ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. എല്ലാവരോടും വോട്ട് ചെയ്യുവാൻ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി. ജമ്മു കാശ്മീരിൽ വോട്ട് ചെയ്യാനെത്തുന്നവരുടെ നീണ്ട നിര തന്നെ പോളിംഗ് ബൂത്തിന് മുന്നിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. രാവിലെ 9 മണിവരെ 11.11% പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണിത്. 7 ജില്ലകളിലെ 24 മണ്ഡലങ്ങളിലാണ് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെ ബുധനാഴ്ച വോട്ടെടുപ്പ് ആരംഭിച്ചത്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുക്കണമെന്ന് ജമ്മു കാശ്മീർ നിവാസികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കുമ്പോൾ ഇന്ന് പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിലുള്ള എല്ലാവരോടും വൻതോതിൽ വോട്ട് ചെയ്യാനും ജനാധിപത്യത്തിന്റെ ഉത്സവം ശക്തിപ്പെടുത്താനും താൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് എക്സിൽ പങ്കിട്ട സന്ദേശത്തിൽ മോഡി പറയുന്നത്. യുവാക്കളോടും ആദ്യമായി വോട്ട് ചെയ്യുന്നവരോടും വോട്ട് ചെയ്യുവാൻ അദ്ദേഹം പ്രത്യേകം അഭ്യർത്ഥിച്ചു. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഒരു പതിറ്റാണ്ട് മുമ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം 2019 ഓഗസ്റ്റ് 5 ഈ മാറ്റത്തിലേക്ക് നയിച്ചു. മുൻ സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. പ്രാരംഭഘട്ടത്തിൽ പിർ പഞ്ചൽ പർവ്വതനിരകൾക്ക് ചുറ്റുമുള്ള 7 ജില്ലകൾ ഉൾപ്പെടുന്നു. ഈ മേഖലകളിലേക്കുള്ള പ്രതിനിധികളെ വോട്ടർമാർ തിരഞ്ഞെടുക്കുന്നു. 24 അസംബ്ലി സീറ്റിലേക്ക് മത്സരിക്കുന്ന 2019 സ്ഥാനാർത്ഥികൾക്ക് യോഗ്യരായ 23 ലക്ഷത്തിലധികം വോട്ടർമാർ ഫലം നിർണ്ണയിക്കും. ജമ്മു മേഖലയിലെ 3 ജില്ലകളിലെ 8 സീറ്റുകളും കാശ്മീർ താഴ്വരയിലെ 4 ജില്ലയിലെ 16 സീറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. സെപ്റ്റംബർ 25 ഒക്ടോബർ 1 വോട്ടെടുപ്പിന്റെ തുടർന്നുള്ള ഘട്ടങ്ങൾ നടക്കും. വോട്ടെണ്ണൽ ഒക്ടോബർ 8 നടക്കും. സുഗമമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഉറപ്പാക്കാനാണ് ഈ ഘട്ടം ഘട്ടമായുള്ള സമീപനം. കാശ്മീരിൽ മുഖ്യധാരാ പ്രാദേശിക പാർട്ടികളായ നാഷണൽ കോൺഫറൻസും NC, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും PDP തമ്മിലാണ് മത്സരം. ജമ്മുവിൽ അതിന്റെ 2 പ്രമുഖ കക്ഷികളായ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. കോൺഗ്രസ് NC സീറ്റ് വിഭജന പ്രകാരം ആദ്യഘട്ടത്തിൽ കാശ്മീരിലെ 4 സീറ്റുകളിലും ജമ്മുവിൽ 4 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കുമ്പോൾ NC യഥാക്രമം 12, 6 സീറ്റുകളിൽ മത്സരിക്കുന്നു.